KSFDCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജു ഔദ്യോഗിക പദവി ഉപയോഗിച്ച സംവിധായക ഇന്ദു ലക്ഷ്മിക്ക് ഷാജി എൻ കരുൺ വക്കീൽ നോട്ടീസ് അയച്ചത് സ്റ്റേറ്റ് ഫാസിസമായി കണക്കാക്കണമെന്ന് ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ സ്ത്രീപക്ഷ നിലപാട് പറയുകയും എന്നാൽ പരാതികൾ പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കാപട്യമാണ്. KSFDCയിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധ നടപടികളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഡോക്ടർ ബിജു ആവശ്യപ്പെട്ടു. രണ്ട് വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 2 പേർക്കുമാണ് സർക്കാർ സിനിമ ചെയ്യുന്നതിനായി KSFDC വഴി പണം നൽകുന്നത്. എന്നാൽ സിനിമ ചെയ്തവരും നിലവിൽ ചെയ്യുന്നവരുമായ ആളുകൾ KSFDCയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് ഡോക്ടർ ബിജു. KSFDC ചെയർമാൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നും വൈരാഗ്യബുദ്ധിയോടെ പെരുമാറിയെന്നും ഇന്ദുലക്ഷ്മി നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ കൂടുതൽ സംവിധായകർ തന്നോട് നേരിട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളും ഡോക്ടർ ബിജു കുറിക്കുന്നുണ്ട്. KSFDC ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മാനസിക പീഡനമാണ് ഒന്ന്. കൃത്യസമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിനാൽ സ്വന്തമായി പണം കണ്ടെത്തി കടക്കണിയിലായതാണ് മറ്റൊന്ന്. ഇതുവഴി പല സംവിധായകരും കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് പോയെന്നും ഡോക്ടർ ബിജു ചൂണ്ടിക്കാട്ടി. അനുവദിക്കുന്ന 1.5 കോടിയിൽ 40 ലക്ഷം രൂപ പരസ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 10 ലക്ഷം പോലും മുടക്കാതെ സാമ്പത്തിക അഴിമതി KSFDC നടത്തുന്നു എന്നും ആരോപണമുണ്ട്. അതിനാൽ സ്കീമിൽ അനുവദിച്ച തുകയിൽ ഓഡിറ്റ് നടത്തണം. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇടപെടൽ വേണമെന്നും ഡോക്ടർ ബിജു ആവശ്യപ്പെട്ടു. രാജ്യാന്തര ചലച്ചിത്രമേള അവസാനിക്കാനിരിക്കെ സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ പ്രതികരണം ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.